ഗുജറാത്തി ലോക്കഥ. ഇതൊരു ഗുജറാത്തി ലോക്കഥയാണ്. ചാപ്റ്റർ 14. മുഫ്ത് ഹി മുഫ്ത്. മുഫ്ത് എന്നാൽ ഫ്രീ, സൗജന്യം. സൗജന്യം, തികച്ചും സൗജന്യമായി. ഇവിടെ എന്തോ ഒരു സാധനം തികച്ചും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എന്താണ് ആ സാധനം? നമുക്കറിയണ്ടേ. ഏക് ദിൻ ബിക്കുബായി കാ മൻ നാരിയൽ ഖാനെ കാ ഹുവ. ബിക്കുബായി, നമ്മുടെ കഥയിലെ നായകനാണ് ബിക്കുബായി. ആരാണ് ഈ ബിക്കുബായി? അറിയണ്ടേ? ഈ കാണുന്ന വ്യക്തിയാണ് ബിക്കുബായി. ഏക് ദിൻ ബിക്കുബായി കാ മൻ നാരിയൽ ഖാനെ കാ ഹുവ. ഒരു ദിവസം ബിക്കുബായിക്ക് നാരിയൽ എന്നാൽ കോക്കനട്ട്, തേങ്ങ കഴിക്കാനായി ആഗ്രഹം തോന്നി. താസ മുലായം കസാ ഹുവ ശക്കർ കെ സാത്ത്. താസ എന്നാൽ ഫ്രഷ് ആയിട്ടുള്ള, മുലായം എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള, കസാ ഹുവ എന്നാൽ ഗ്രൈൻഡഡ്, ശക്കർ എന്നാൽ ശർക്കര. എങ്ങനെയുള്ള തേങ്ങയാണ് വേണ്ടത്? ഫ്രഷ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള തേങ്ങ ശർക്കരയും ചേർത്ത് കഴിക്കാനായിരുന്നു ബിക്കുബായിൻ്റെ ആഗ്രഹം. उसके बारे में सोचते ही बिक्कुबाई ने अपने होठों को चटकारा. होठों എന്നാൽ ലിപ്സ്. അതിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ബിക്കുബായിക്ക് വായിലൂടെ വെള്ളമൂറി. ചുണ്ട് നക്കിക്കൊണ്ട് ആ ശബ്ദത്തോടുകൂടി പറഞ്ഞു, വാഹ് ക്യാ മീഠാ മീഠാ സ സ്വാദ് ഹോഗ. സ്വാദ് എന്നാൽ ടേസ്റ്റ്, മീഠ എന്നാൽ സ്വീറ്റ്. ഹാ, എത്ര സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും അതിന്. ലേക്കിൻ എക് ചോട്ടി സി സമസ്യ തീ. സമസ്യ എന്നാൽ പ്രോബ്ലം, പ്രശ്നം. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഗർമേ തോ ഏക് ബി നാരിയൽ നഹി താ. വീട്ടിലാണെങ്കിൽ ഒരു നാരിയൽ, ഒരു കോക്കനട്ട് പോലുമില്ല. ഓഹോ, അബ് മുझे बाजार जाना पड़ेगा. उन्होंने अपनी पत्नी लाबूबेन से कहा. ഓഹോ, ഇനി എനിക്ക് അത് വാങ്ങിക്കാനായി ബാസാറിലേക്ക് പോവണം. അദ്ദേഹത്തിൻ്റെ പത്നി, വൈഫ്, ഭാര്യയായ ലാബുബേൻ്റെ അടുത്ത് പറഞ്ഞു. ലാബുബേൻ അപ്നെ കന്ദേ അച്കാക്കർ ബോലി, ഖാനാ ഹേ തോ ജാനാ ഹേ. അപ്പോൾ ലാബുബേൻ തൻ്റെ ഷോൾഡർ, കന്ദേ എന്നാൽ ഷോൾഡർ, തോൾ, തൻ്റെ തോൾ അതിശയത്തോടുകൂടി കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഹാ, കഴിക്കണമെങ്കിൽ പോയല്ലേ പറ്റുള്ളൂ. ഏക് സമസ്യ ഓർ തീ. പ്രശ്നം അതുമാത്രമായിരുന്നില്ല, ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ബിക്കുബായിനെ കഹാ, പേസ ഖർച്ച് കർണേ പടേങ്കേ. ഖർജ് എന്നാൽ സ്പെൻഡ്. ബിക്കുബായി പറഞ്ഞു, അതിന് കാശ് ചിലവഴിക്കേണ്ടേ. ലാബുബേൻ ബോലി, ഹാ, പേസേ തോ ഖർച്ച് കർണേ പടേങ്കേ. അപ്പോൾ അത് കേട്ടപ്പോൾ ലാബുബേൻ പറഞ്ഞു, ഹാ, കാശ് ചിലവഴിച്ചല്ലേ മതിയാവുകയുള്ളൂ. അബ് തക് തോ तुम्हें पता लगा गया होगा कि ബിക്കുബായി സരാ കഞ്ചൂസ് തേ. ഇത്രയാവുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബിക്കുബായി കുറച്ച് പിശുക്കനാണ്. കഞ്ചൂസ് എന്നാൽ പിശുക്കൻ, കുറച്ചധികം പിശുക്കനാണ് എന്ന്. सीधे खेत में बूढ़े बरगद के नीचे जाकर बैठ गया और सोचने लगे, क्या करूं मैं क्या करूं. सीधे എന്നാൽ സ്ട്രെയിറ്റ്, നേരെ. ഖേത് എന്നാൽ വയൽ, ഫീൽഡ്. ബൂഡെ എന്നാൽ ഓൾഡ്, വയസ്സായ. ബർഗദ് എന്നാൽ ബനിയൻ ട്രീ. നേരെ വയലിലുള്ള ഒരു വയസ്സായ ബനിയൻ ട്രീൻ്റെ താഴെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആലോചിക്കാനായി തുടങ്ങി. ക്യാ കരു, എന്താ ചെയ്യുക. മേ ക്യാ കരു, ഞാൻ എന്ത് ചെയ്യും. मगर नारियल खाने के लिए जी ऐसा ललचाया कि वे जल्दी घर वापस लौटकर लाबूबेन से बोले, अच्छा, मैं बाजार तक हो आता हूँ, पता तो चले कि नारियल आजकल कितने में बिक रहे हैं. जल्दी എന്നാൽ വേഗം, പെട്ടെന്ന്. വാപ്പസ് എന്നാൽ തിരിച്ച്, ലൗട്ട്കർ എന്നാൽ എത്തിയിട്ട്. എന്നാൽ അദ്ദേഹത്തിനാണെങ്കിലോ തേങ്ങ കഴിക്കാനായി അത്രയധികം കൊതിയുമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി ലാബുബഹനോട് പറഞ്ഞു, അച്ഛാ, മേ ബാസാർ തക് ഹോ ആത്താ ഹൂ. ശരി, ഞാൻ
ബാസാറിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പത്താത്തോ ചലേക്കി നാരിയൽ അജ്കൽ കിത്തനെ മേ ബിക് രഹേ ഹേ. എന്തായാലും ഒന്ന് അറിഞ്ഞിട്ട് വരാം, തേങ്ങ ഇപ്പോഴെല്ലാം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന്. ജൂത്തെ പെഹൻകർ ഛടി ഉട്ടാക്കർ ബിക്കുബായി നിക്കൽ പടേ. ജൂത്തെ എന്നാൽ ചപ്പൽ, ചെരുപ്പ്. ഛടി എന്നാൽ സ്റ്റിക്ക്, വടി. ചപ്പൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റിക്ക്, വടി എടുത്തുകൊണ്ട് ബിക്കുബായി പുറത്തേക്ക് ഇറങ്ങി. ബാസാർ മേ ലോഗ് അപ്പനെ അപ്പനെ കാമോ മേ ലഗേ തേ. ബാസാറിൽ, മാർക്കറ്റിൽ ആളുകൾ അവരവരുടെ ജോലിയിലെല്ലാം മുഴുകിയിരിക്കുകയായിരുന്നു. ബിക്കുബായിനെ ഇതർ കുച്ച് തേക്ക. ബിക്കുബായി അവിടെ എന്തൊക്കെയോ കുറിച്ച് നോക്കി. ഉദർ കുച്ച് ഉടായ, അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്തു നോക്കി. ഓർ ദാം പൂച്ച, എന്നിട്ട് ദാം എന്നാൽ പ്രൈസ്, അതിൻ്റെ വില. എന്നിട്ട് അതിൻ്റെ വില ചോദിച്ചു. ദേഖത്തെ പൂച്ചത്തെ, കണ്ടുകൊണ്ടും ചോദിച്ചുകൊണ്ടും വേ നാരിയൽ വാലെ കെ പാസ് പഹുച്ച് ഗയേ. അദ്ദേഹം നാരിയൽ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തി. ഏ നാരിയൽ വാലെ, നാരിയൽ കിത്തനെ മേ ദേംഗെ, ബിക്കുബായിനെ പൂച്ച. എന്നിട്ട് അദ്ദേഹം കോക്കനട്ട് വിൽക്കുന്ന ആളോട് ചോദിച്ചു, ഏ നാരിയൽ വാലെ, നാരിയൽ കിത്തനെ മേ ദേങ്ക, നിങ്ങൾ നാരിയൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ബിക്കുബായിനെ പൂച്ച, ബിക്കുബായി ചോദിച്ചു. നാരിയൽ വാലേനെ കഹ, നാരിയൽ വാല പറഞ്ഞു, ബസ് 2 റുപ്പിയോ മേ കാക്ക. ബസ് വെറും 2 രൂപയ്ക്കാണ് കാക്ക. കാക്ക എന്നാൽ ബ്രദർ. ബസ് 2 റുപ്പേ, വെറും 2 രൂപയോ? ബിക്കുബായിനെ ആങ്കോം ഫൈലാക്കർ കഹ. ബിക്കുബായി കണ്ണുകളെല്ലാം വിടർത്തിക്കൊണ്ട് പറഞ്ഞു, ബഹുത് സിയാദ ഹേ. സിയാദ എന്നാൽ അധികം, വളരെ അധികമാണത്. 1 റുപ്പിയ മേ ദേ ദോ, 1 രൂപയ്ക്ക് എനിക്ക് തരൂ. നാരിയൽ വാലേനെ കഹ. അപ്പോൾ നാരിയൽ വാല പറഞ്ഞു, നാ ജീന, ഇല്ല, തരില്ല. 2 റുപ്പിയെ സഹി ദാം, 2 രൂപയാണ് ശരിയായ വില. ലേലോ യാ ചോടുതോ, വാങ്ങിക്കൂ അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കൂ. ടീക് ഹേ ബിക്കുബായി ബഡ്ബഡായെ. ശരി ശരി എന്ന് ബിക്കുബായി പറഞ്ഞു. അച്ഛാ തോ ബത്താവോ 1 റുപ്പിയ മേ കഹാ മിലേങ്ക. ശരി, നീ ഇത് പറയൂ, 1 രൂപയ്ക്ക് എവിടെയാണ് ഇത് കിട്ടുക? നാരിയൽ വാലേനെ കഹാ. അപ്പോൾ നാരിയൽ വാല പറഞ്ഞു, യഹാ സേ തോടി ദൂർ ജോ മണ്ഡി ഹേ വഹാ ഷായദ് മിൽ ജായേ. ഷായദ് എന്നാൽ ചിലപ്പോൾ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നും ചിലപ്പോൾ കിട്ടിയേക്കാം. സോ ബിക്കുബായി ഉസി തരഫ് ചൽപ്പടെ. അതുകൊണ്ട് ബിക്കുബായി അങ്ങോട്ട് തന്നെ യാത്ര തിരിച്ചു. ചലോ ദേഖ് ലേത്തെ ഹോ, വേ അപ്പനെ ആപ് സെ ബോലെ. ശരി, അങ്ങോട്ട് പോയി നോക്കാം എന്ന് അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു. ടഹൽനെ കാ ഏക് മൗക ഹേ ഓർ റുപ്പിയെ ഭർ കി ബച്ചത് ഭി ഹോ ജായേംഗി. ടഹൽനെ എന്നാൽ നടക്കുക, വാക്ക്. മൗക എന്നാൽ ചാൻസ്. അദ്ദേഹം പറഞ്ഞു, നടക്കാനുള്ളൊരു ചാൻസ് ലഭിച്ചു, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാശ് ലാഭിക്കുകയും ചെയ്യാമല്ലോ. ഖുഷി സെ ഗുർഗുരാത്തെ ബിക്കുബായിനെ ഛടി കോ ജമീൻ പർ തപ് തപായ. ഗുർഗുരാത്തെ എന്നാൽ ഗ്രന്റിങ്, അതായത് പിറുപിറുക്കുക. സന്തോഷത്തിൽ അദ്ദേഹം ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് തൻ്റെ വടി തറയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, മണ്ഡി മേ കോലാഹൽ ഫൈല ഹുവാത്ത. മണ്ഡി എന്നാൽ മാർക്കറ്റ്, ഫൈല എന്നാൽ സ്പ്രെഡ്. മാർക്കറ്റിലാകെ ശബ്ദം കൊണ്ട് കോലാഹലമായിരുന്നു, അതായത് ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വ്യാപാരിയോം കി ഊഞ്ചി ഊഞ്ചി ആവാസോം ഗൂഞ്ച് രഹി തി. വ്യാപാരിയോം എന്നാൽ വ്യാപാരികൾ, സെല്ലേഴ്സ്. ഗൂഞ്ച് എന്നാൽ എക്കോസ്, അതായത് പ്രതിധ്വനി. വ്യാപാരികളുടെ ഉച്ചത്തിലുള്ള ശബ്ദം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ബട്ടാട്ട ആലു, കന്ദാ പ്യാസ്, गाजर गाजर गाजर, गोभी बंद गोभी. ആലു എന്നാൽ പൊട്ടാറ്റോ, പ്യാസ് എന്നാൽ ഓണിയൻ, ഗാജർ എന്നാൽ ക്യാരറ്റ്, ബന്ദ് ഗോബി എന്നാൽ ക്യാബേജ്. വ്യാപാരികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വ്യാപാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാതേ കാ പസീന പോഞ്ച് കർ ബിക്കുബായിനെ ഇധർ ഉധർ താക്ക. മാതേ എന്നാൽ നെറ്റി, പസീന എന്നാൽ വിയർപ്പ്. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ബിക്കുബായി അവിടെ ഇവിടെയുമെല്ലാം നോക്കി. നാരിയൽ വാലെ കോ ദേഖ് കർ പൂച്ച. അങ്ങനെ അദ്ദേഹം നാരിയൽ വാലയെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ബിക്കുബായി ചോദിച്ചു, അരെ ബായി, ഏക് നാരിയൽ കിത്തനെ മേ ദേംഗെ. ഏ സഹോദര, ഒരു തേങ്ങ എത്ര രൂപയ്ക്കാണ് നൽകുക? സിർഫ് 1 റുപ്പിയ കാക്ക. വെറും 1 രൂപയാണ് കാക്ക. നാരിയൽ വാലാനെ ജവാബ് ദിയ. ജവാബ് എന്നാൽ ഉത്തരം. നാരിയൽ വാല അതിന് മറുപടി പറഞ്ഞു, ജോ ചാഹെ ലേ ജാവോ ജൽദി. ആവശ്യമുണ്ടെങ്കിൽ എടുത്തിട്ട് പോവൂ, പെട്ടെന്ന്.
शूचे बाई, बिक्कूबाई ने कहा, यह क्या, मैं इतनी दूर से आया हूँ और तुम पूरा 1 रुपया मांग रहे हो। 50 पैसा काफी है। मैं इस नारियल को लेता हूँ और तुम यह लो, पकड़ो 50 पैसा. നാരിയൽ വാല ഇതിന് വെറും 1 രൂപയാണ്, ആവശ്യമുണ്ടെങ്കിൽ എടുത്തിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ബിക്കുബായി പറയുകയാണ്, ഓ എന്ത് കഷ്ടമാണ്, ഇതെന്താണ്, മേ ഇത്തിനി ദൂർ സെ ആയാ ഹൂ, ഞാൻ ഇത്രയധികം ദൂരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഓർ തും പൂരാ 1 रुपया മാംഗ് രഹേ ഹോ, നീയാണെങ്കിലോ എൻ്റെ അടുത്ത് മുഴുവൻ 1 രൂപയും വാങ്ങിക്കുന്നുവോ. 50 പൈസ കാഫിയെ. 50 പൈസ എന്നാൽ 50 പൈസ. 50 പൈസ തന്നെ ധാരാളമാണ്. മേ ഇസ് നാരിയൽ കോ ലേത്താ ഹൂ, ഞാൻ ഈ നാരിയൽ എടുക്കാം. ഒരു നാരിയൽ എടുത്തുകൊണ്ട്, ഒരു തേങ്ങ എടുത്തുകൊണ്ട് ബിക്കുബായി പറഞ്ഞു, ഞാൻ ഈ നാരിയൽ എടുക്കാം, ഈ തേങ്ങ എടുക്കാം. ഓർത്തും അതുപോലെ നീ യഹലോ, ഇത് പിടിച്ചോ, പക്കടോ, പിടിച്ചോ, 50 പൈസ, 50 പൈസ പിടിച്ചോ, ഞാൻ ഈ നാരിയൽ എടുക്കാം, ഞാൻ ഈ തേങ്ങ എടുക്കാം, നീ ഇതാ പിടിച്ചോ, 50 പൈസ പിടിച്ചോ എന്ന് ബിക്കുബായി നാരിയൽ വാലയോട് പറഞ്ഞു. നാരിയൽ വാലേനെ जब बिक्कूबाई के हाथ से नारियल को छीन लिया और बोला. ചഡ് എന്നാൽ ക്യുക്ക്, പെട്ടെന്ന്. ഛീൻ എന്നാൽ സ്നാച്ച്, തട്ടിയെടുക്കുക. നാരിയൽ വാല പെട്ടെന്ന് തന്നെ ബിക്കുബായുടെ കയ്യിൽ നിന്നും ആ തേങ്ങ തട്ടിയെടുത്തതിന് ശേഷം പറഞ്ഞു, മാഫ് കരോ കാക്ക, 1 रुपया യാ ഫിർ കുച്ച് നെഹി. മാഫ് എന്നാൽ ഫോർഗീവ്, ക്ഷമിക്കുക. ക്ഷമിക്കണം കാക്ക, 1 രൂപ അല്ലെങ്കിൽ ഒന്നുമില്ല. ലേക്കിൻ ബിക്കുബായി കാ നിരാശ് ചെഹ്റ ദേഖ് കർ ബോല. നാരിയൽ വാല തേങ്ങ തട്ടിയെടുത്തപ്പോൾ ബിക്കുബായിയുടെ നിരാശയുള്ള ചെഹ്റ എന്നാൽ മുഖം കണ്ടപ്പോൾ ആ നാരിയൽ വാല പറഞ്ഞു, ബന്ദർഗാഹ് പർ ചലേ ജാവോ. ബന്ദർഗാഹ് എന്നാൽ ഹാർബറിലേക്ക് പോയി നോക്കൂ. ഹോ സക്താ ഹെ വഹാ തുംഹെ 50 പൈസേ മേ മിൽ ജായേ. ഹാർബറിലേക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 50 പൈസയ്ക്ക് തേങ്ങ ലഭിക്കും. ബിക്കുബായി അപ്പിനി ചടി സെ ടേക്ക് ലഗാക്കർ സോച്ചനെ ലഗി. ബിക്കുബായി തന്റെ വടിയും പിടിച്ചുകൊണ്ട് ആലോചിക്കാനായി തുടങ്ങി. ആഖിർ 50 പൈസേ തോ പൂരെ 50 പൈസേ ഹേ. എന്തായാലും 50 പൈസ എന്ന് പറയുന്നത് 50 പൈസ തന്നെയാണ്, അതിനെ നിസ്സാരമായി കളയാനൊന്നും പറ്റില്ല. വൈസേ ബി മേരി ടാങ്കോമേ അബി ബി ദം ഹേ. ടാങ്കോം എന്നാൽ ലെഗ്സ്, കാലുകൾ. ദം എന്നാൽ പവർ, ശക്തി. എന്തായാലും എൻ്റെ കാലുകൾക്ക് ഇനിയും ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. പൈറോം കോ ഗസീട്ടെ ഹുയെ ബിക്കുബായി ചലനെ ലഗെ. ഗസീട്ടെ എന്നാൽ ഡ്രാഗിങ്, വലിക്കുക. കാലുകൾ വലിച്ചുകൊണ്ട് ബിക്കുബായി നടക്കാനായി തുടങ്ങി. കാരണം അദ്ദേഹം അത്രമാത്രം ക്ഷീണിച്ചിരുന്നു, അത്രയധികം വയ്യാതെയായിരുന്നു. हर 2 कदम पर रुककर जेब में से बड़ा सफेद रुमाल निकालकर वे अपना पसीना पोंछते. കദം എന്നാൽ സ്റ്റെപ്പ്, റുക്കർ എന്നാൽ സ്റ്റോപ്പ്, നിൽക്കുക. ജേബ് എന്നാൽ പോക്കറ്റ്, സഫേദ് എന്നാൽ വൈറ്റ്, റുമാൽ എന്നാൽ ഹാൻഡ് കർച്ചീഫ്, പസീന എന്നാൽ സ്വെറ്റ്. ഹർ 2 കദം പർ റുക്കർ, ഓരോ 2 അടിയിലും നിന്നുകൊണ്ട്, ജേബ് മേസെ ബഡാ സഫേദ് റുമാൽ നിക്കാക്കർ, തൻ്റെ പോക്കറ്റിൽ നിന്നും വലിയൊരു വൈറ്റ് ഹാൻഡ് കർച്ചീഫ് എടുത്തുകൊണ്ട്, വേ അപ്പിന പസീന പോഞ്ചത്തെ, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുടച്ചു. സാഗർ കെ കിനാരെ ഏക് നാവ് വാല ബേട്ടാ താ. സാഗർ എന്നാൽ സമുദ്രം, കിനാരെ എന്നാൽ അടുത്ത്, നാവ് വാല എന്നാൽ ബോട്ട്മാൻ. സമുദ്രത്തിനടുത്ത് ഒരു ബോട്ടുകാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ സാമനെ 2-4 നാരിയൽ പടെ. അദ്ദേഹത്തിനടുത്ത് 2-4 തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അരേ ബായി ഏക് നാരിയൽ കിത്തനെ ബേ ദേങ്കെ. അരേ ബായി, ഒരു നാരിയൽ, ഒരു തേങ്ങ എത്ര രൂപയ്ക്ക് നൽകും? ബിക്കുബായിനെ പൂച്ച, ബിക്കുബായി ചോദിച്ചു. ഓർ കഹാ യേ തോ കാഫി അച്ഛാ ദിഖ്തേ ഹേ. എന്നിട്ട് പറഞ്ഞു, ഇത് കാണാനും നന്നായിട്ടുണ്ട്. കാക്ക യഹ് കോയി പൂച്ഛനെ വാലി ബാത് ഹേ, കേവൽ 50 പൈസേ. നാവ് വാലെ നേ കഹ. അപ്പോൾ ബോട്ടുകാരൻ പറഞ്ഞു, കാക്ക ഇതിലെന്താണ് ഇത്ര ചോദിക്കാനിരിക്കുന്നത്? വെറും 50 പൈസ. 50 പൈസേ? 50 പൈസയോ? ബിക്കുബായി മാനെ ഹൈറാനി സെ ഹക്കെ ബക്കെ ഹോ ഗയി. 50 പൈസ എന്ന് കേട്ടപ്പോൾ ബിക്കുബായി വളരെയധികം അതിശയപ്പെട്ടു ചോദിച്ചു, ഇത്തിനി ദൂസെ പൈതലായാ ഹോ. ഞാൻ ഇത്രയധികം ദൂരത്തിൽ നിന്നും നടന്നാണ് വന്നിട്ടുള്ളത്. പൈതൽ എന്നാൽ നടന്ന്. ഇത്തന ഥക് ഗയാ ഹോ.
ഞാൻ അത്രയധികം ക്ഷീണിച്ചിട്ടുമുണ്ട്. തക് എന്നാൽ ടയേർഡ്. ഓർ തും കഹത്തെ ഹോ 50 പൈസെ, എന്നിട്ട് നീ പറയുകയാണ് 50 പൈസ എന്ന്. മേരി മെഹനത്ത് ബേക്കാർ ഹോ ഗയി. ബേക്കാർ എന്നാൽ വേസ്റ്റ്, മെഹനത്ത് എന്നാൽ അധ്വാനം. എൻ്റെ അധ്വാനം വേസ്റ്റ് ആയിപ്പോയി. ना भाई ना, ഇല്ല ഭായി ഇല്ല. 50 പൈസെ ബഹുത് സ്യാദാ ഹേ, 50 പൈസ വളരെയധികം കൂടുതലാണ്. മേ തുമേ 25 പൈസ ദൂങ്ക. 25 എന്നാൽ 25. ഞാൻ നിനക്ക് 25 പൈസ തരാം. യഹ്ലോ, ഇതാ പിടിച്ചോ. രഖ്ലോ, നീ ഇത് വെച്ചോ. ഏസാ കഹത്തെ ഹുയെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബിക്കുബായി ചുക്കുകാർ നാരിയൽ ഉട്ടാനേ ഹി വാലേത്തെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബിക്കുബായി കുനിഞ്ഞുകൊണ്ട് തേങ്ങ എടുക്കാനായി പോവുകയായിരുന്നു. ചുക്കുക്കർ എന്നാൽ ബൗഡ് ഡൗൺ, കുനിയുക. നാം വാലേനെ കഹാ നീച്ചെ രഖ് ദോ, മേരാ സാത്ത് കോയി സൗദാ വൈദാ നഹി ചലേങ്ക. അപ്പോൾ ബോട്ടുകാരൻ പറഞ്ഞു, അത് താഴെ വെക്കൂ, എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള വിലപേശലൊന്നും നടക്കില്ല. थोड़ी देर बाद उसने पिक्कूबाई की ओर ध्यान से देखा और जरा ठंडे दिमाग से बोला. थोड़ी എന്നാൽ കുറച്ച്, ദേർ എന്നാൽ സമയം, ധ്യാൻ എന്നാൽ ശ്രദ്ധിച്ച്, ടണ്ടേ ദിമാഗ് എന്നാൽ കൂൾ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോട്ടുകാരൻ ബിക്കുബായിനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം വളരെ സമാധാനത്തോടുകൂടി പറഞ്ഞു, സസ്തേ മേ ചായേ. സസ്തേ എന്നാൽ ചീപ്പ്, നിങ്ങൾക്ക് ഇത് ചീപ്പായി കിട്ടണം അല്ലേ. നാരിയൽ കെ ബഗീചെ മേ ചലേ ജാവോ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, തേങ്ങയുടെ തോട്ടത്തിലേക്ക് പോയി നോക്കൂ. വഹാ ഢേർ സാരേ മിലേങ്കി, അവിടെ ഒരുപാട് ലഭിക്കും. മൻപസന്ത് ദാമേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക്. ബിക്കുബായിനെ ഫിർ അപ്നെ ആപ്കോ സമझായ. ബിക്കുബായി അതിനുശേഷം തൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത്തിനി ദൂരായാഹും, ഇത്രയധികം ദൂരം വന്നില്ലേ. അബ് ബഗീജെ തക് ജാനേ മേ ഹർജ് ഹി ക്യാ ഹെ, ഇനി തോട്ടം വരെ എത്താനായിട്ട് എന്താണ് ഇത്ര പ്രശ്നം. സച്ച് ബാത് തോ യഹ് തീ കി വേ കാഫി തക് ചുക്കേ തെ. സത്യത്തിലുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാടധികം ക്ഷീണിച്ചിരുന്നു. മഗർ 50 പൈസെ ബച്ചാനെ കെ ഖ്യാൽ സേ ഹി ഉൻമേ ഫുർത്തി ആ ഗയി. ഫുർത്തി എന്നാൽ ക്യുക്ക്, വേഗം. എന്നാൽ 25 പൈസ ലാഭിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമെല്ലാം മാറി, അദ്ദേഹം വേഗത്തിലായി. ബിക്കുബായി നെ സോച്ച, എന്നിട്ട് ബിക്കുബായി ആലോചിച്ചു, ദോ ഗുണ ജ്യാദാ ചൽനാ പടേങ്ക. ദോ ഗുണ എന്നാൽ ഡബിൾ, ഇരട്ടി, ജ്യാദ എന്നാൽ മോർ, ഇനിയും ഇരട്ടി നടക്കേണ്ടതായി വരും. പർ 4 ആനെ ബച്ച് ഭി തോ ജായേംഗെ തോ ഫിർ കോയി ഭി ചീസ് മുഫ്ത് മേ കഹാ മിൽത്തി ഹൈ. എന്നാലും 4 ആനെ, 4 ആനെ എന്നാൽ 4 അണ, എന്നാലും 4 അണ നമുക്ക് ലാഭിക്കാം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സാധനവും നമുക്ക് ഫ്രീ ആയി കിട്ടില്ല, വെറുതെ ഒന്നും കിട്ടില്ല. ബിക്കുബായി നാരിയൽ കെ ബഗീചെ മേ പഹുച്ച് ഗയേ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ബിക്കുബായി നാരിയൽ, കോക്കനറ്റിന്റെ തോട്ടത്തിൽ എത്തി. വഹാക്കെ മാലി കോ ദേഖ് കർ ഉസ്നെ പൂച്ച. അവിടെയുള്ള തോട്ടക്കാരനെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, യഹ് നാരിയൽ കിത്തനെ മേ ബേച്ചേങ്കെ, ഈ തേങ്ങ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. മാലിനെ ജവാബ് ദിയ. മാലി, തോട്ടക്കാരൻ അതിന് മറുപടി നൽകി, ജോ പസന്ത് ആയേ ലേ ജാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വയ്ക്കോളൂ കാക്ക. ബസ് 25 പൈസ കാ ഏക്, വെറും 25 പൈസയാണ് ഒന്നിന്. ദേക്കോ കിത്തനെ ബഡേ ബഡേ ഹേ, നോക്കൂ എത്രയധികം വലുതാണിത്. ഹോ ഭഗവാൻ, 25 പൈസെ. അപ്പോൾ ബിക്കുബായി പറഞ്ഞു, ഓ എൻ്റെ ഈശ്വര, 25 പൈസയോ. പൂരാ രാസ്തെ പൈതൽ ആനേക്ക് ബാത് ഭി, ഇത്രയധികം ദൂരം നടന്നു വന്നതിന് ശേഷവും 25 പൈസയോ. ജൂത്തേ ഗേസ് ഗയേ, എൻ്റെ ചെരുപ്പുകളെല്ലാം തേഞ്ഞുപോയി. പൈർ തക് ഗയേ, എൻ്റെ കാലുകളെല്ലാം ക്ഷീണിച്ചു പോയി. ഓർ അബ് പൈസേ ഭി ദേനെ പടേഗ, ഇനി ഞാൻ അതിന് കാശും കൊടുക്കണോ. മേരി ബാത് മാനോ, ഏക് നാരിയൽ മുഫ്ത് മേ ഹി ദേ ദോ, എൻ്റെ വാക്കുകളൊന്ന് കേൾക്കൂ, ഒരു തേങ്ങ എനിക്ക് ഫ്രീ ആയി തന്നൂടെ. ഹാ ദേക്കോ മേ കിത്നാ തക്കയാഹൂ, ആ ഇത് നോക്കൂ ഞാൻ എത്രയധികം ക്ഷീണിച്ചു എന്ന്. ബിക്കുബായി കി ബാത് സുൻകർ മാലി നെ കഹാ. ബിക്കുബായിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മാലി, തോട്ടക്കാരൻ പറഞ്ഞു, അരേ കാക്ക മുഫ്ത് മേ ചാഹിയേനാ. ആ കാക്ക, നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കണോ. യഹ് രഹാ പേട് ഓർ വഹ് രഹാ നാരിയൽ, ഇതാണ് അതിൻ്റെ മരം, അതാണ് തേങ്ങ. പേട് പർ ഛട്ട് ജാവോ ഓർ ജിത്തിനെ ചാഹേ തോട് ലോ, മരത്തിന്റെ മുകളിൽ കയറി ജിത്തിനെ ചാഹോ തോട് ലോ, എത്ര വേണമോ അത്രയും പറിച്ചോളൂ. വഹാ നാരിയൽ കി കോയി കമി നഹി ഹെ, അവിടെ തേങ്ങയ്ക്ക് ഒരു കുറവുമില്ല. പൈസേ തോ മേരി മെഹനത്ത് കേ ഹെ, മെഹനത്ത് എന്നാൽ അധ്വാനം, കാശ് എൻ്റെ അധ്വാനത്തിനാണ്. സാച്ച് ജിത്തനാ ചാഹു ലേലു, സത്യം, എത്ര വേണമോ അത്രയധികം എടുക്കാമോ. ബിക്കുബായി തോ ഖുഷി സെ ഫുലേന സമായി.
ഫുലേന സമായ എന്നാൽ ഒരു മുഹാവരയാണ്, അതായത് ഒരു ഇഡിയം, ഒരു ഭാഷാശൈലിയാണ്. അതിൻ്റെ അർത്ഥം വളരെയധികം സന്തോഷിച്ചു. ബിക്കുബായി വളരെയധികം സന്തോഷിച്ചു. മേരാ യഹാ തക് ആനെ ബേക്കാർ നഹി ഗയ, ഞാൻ ഇതുവരെ വന്നത് വെറുതെ ആയില്ല. ഉൻഹോനെ ജൽദി ജൽദി പേട് പർ ചട്ന ശുരു കർ ദിയ. ചട്ന എന്നാൽ ക്ലൈംബിംഗ്, കയറുക. അദ്ദേഹം പെട്ടെന്ന് തന്നെ മരത്തിലേക്ക് കയറാനായി തുടങ്ങി. പേട് പർ ചടുത്തേ ചടുത്തേ ബിക്കുബായി നെ സോച്ച, മരത്തിൽ കയറി കയറിക്കൊണ്ട് ബിക്കുബായി ആലോചിച്ചു. ബഹുത്ത് അച്ഛേ, വളരെ നല്ലത്. മേരി തോ കിസ്മത്ത് ഖുലാഗയി, എനിക്കിന്ന് ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ട്. ജിത്തിനെ നാരിയൽ ചാഹേ തോടുലു, എത്ര തേങ്ങ വേണമോ അത്രയധികം നമുക്ക് പറിച്ചിടാം. ഓർ പേസാ ബി നദു, അതുപോലെ തന്നെ കാശും കൊടുക്കേണ്ട. ക്യാ ബാത് ഹേ, എന്ത് നല്ല കാര്യമാണ്. ബിക്കുബായി ഊപ്പർ പഹുച്ച് ഗയേ, ബിക്കുബായി മേലെ എത്തി. फिर वे टहनी और तने के बीच आराम से बैठ गए और दोनों हाथों को आगे बढ़ाने लगे सबसे बड़े नारियल को तोड़ने के लिए. എന്നതിന് ശേഷം ബിക്കുബായി ഏറ്റവും മേലെ തെങ്ങിന്റെ ഓലകൾക്കിടയിലും തണ്ടിന്റെ ഇടയിലും സമാധാനത്തോടുകൂടി ഇരുന്നതിന് ശേഷം 2 കൈകൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്തിനാണെന്നറിയണ്ടേ? ഏറ്റവും വലിയ തേങ്ങ പറിച്ചിടാനായി. സഖ് पैर फिसल गए, ഫിസൽ എന്നാൽ സ്ലിപ്ഡ്, വഴുതിപ്പോയി. സഖ് എന്ന ശബ്ദത്തോടുകൂടി അദ്ദേഹം വഴുതിപ്പോയി. ബിക്കുബായിനെ ഏകദം സെ നാരിയൽ കോ പക്കഡ് ലിയ, ബിക്കുബായി ശരിക്കും ഒരു തേങ്ങ പിടിച്ചുകൊണ്ടങ്ങ് നിന്നു. ഉൻകെ ദോനോ പേർ ഹവാ മേ ചൂൽത്തെ രഹ് ഗയേ, അദ്ദേഹത്തിന്റെ 2 കാലുകളും കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. ഓ മാ അബ് മേ ക്യാ കരൂ, ഓ അമ്മേ ഞാൻ ഇനി എന്ത് ചെയ്യും. ബിക്കുബായി ചില്ലാനെ ലഗെ, ബിക്കുബായി നിലവിളിക്കാനായി തുടങ്ങി. അരേ ബായി മദത് കരോ, അരേ ബായി എന്നെ ഒന്ന് സഹായിക്കൂ. ഉൻഹോനെ നീച്ചെ കടെ മാലി സെ വിനതി കി, വിനതി എന്നാൽ റിക്വസ്റ്റ്, അഭ്യർത്ഥിച്ചു. അദ്ദേഹം താഴെയുള്ള തോട്ടക്കാരനോട് അഭ്യർത്ഥിച്ചു. മാലിനെ കഹ, അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, വേ മേരെ കാം നഹി ഹേ, അതെന്റെ ജോലിയല്ല കാക്ക. മേനെ സിർഫ് നാരിയൽ ലേനെ കി ബാത് കീ തി, ഞാൻ വെറും തേങ്ങ എടുക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി സബ് തുമ്ഹാരെ ഓർ തുമ്ഹാരെ നാരിയൽ കെ ബീച്ച് കാ മാമല ഹെ, ബാക്കിയെല്ലാം നിങ്ങളുടെയും നിങ്ങളുടെ തേങ്ങയുടെയും ഇടയിലുള്ള കാര്യങ്ങളാണ്. പേസെ നഹി, കാശുമില്ല. ഖരീദ്ന നഹി, വാങ്ങിക്കുന്നതുമില്ല. ബേച്ച്നെ നഹി, വിൽക്കുന്നതുമില്ല. ഓർ മദത് നഹി, അതുപോലെ സഹായവുമില്ല. സബ് കുച്ച് മുഫ്ത്, എല്ലാം ഫ്രീ ആയിട്ട്. തബി ഊണ്ട് പർ സവാർ ഏക് ആദ്മി വഹാസെ ഗുസ്ര, ഊണ്ട് എന്നാൽ ക്യാമൽ, ഗുസ്ര എന്നാൽ പാസ്റ്റ്, കടന്നുപോയി. ആ സമയത്താണ് അവിടേക്ക് ഒരു ക്യാമൽ, അതായത് ഒരു ഒട്ടകത്തെയും സവാരി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയത്. അരേ ഓ ബിക്കുബായി ജോർ ജോർ സെ ബുലാനെ ലഗെ, ബിക്കുബായി ഉറക്കെ ഉറക്കെ അയാളെ വിളിച്ചു. ഓ ഊണ്ട്വാലേ, മേരെ പേർ വാപ്പസ് പേഡ് പർ ടിക്കാ ദോന, ബഡി മെഹർബാനി ഹോഗി. ഓ ഊണ്ട്വാലേ, ഒട്ടകക്കാരാ, എൻ്റെ കാല് വീണ്ടും മലത്തിലേക്ക് എന്നെ ഒന്ന് വെച്ച് തരാമോ, വളരെയധികം ഉപകാരമായിരുന്നേനെ. ഊണ്ടുവാലേനെ സോച്ച, അപ്പോൾ ഒട്ടകക്കാരൻ ആലോചിച്ചു. ചലോ മദത് കർ ദേത്താ ഹൂം, ശരി അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു കളഞ്ഞേക്കാം. മേരെ ക്യാ ജാത്താ ഹേ, എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്, അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചേക്കാം. ഊണ്ട് കി പീഡ് പർ ഖഡേ ഹോക്കർ ഉസ്നെ ബിക്കുബായി കെ പൈറോം കോ പക്കഡ് ലിയ, അദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്ത് കയറിക്കൊണ്ട് ബിക്കുബായിയുടെ കാൽ പിടിച്ചു. ടീക്ക് ഉസി സമയ ഊണ്ട് കോ ഹരേ ഹരേ പത്തേ നസറായ, ഹരേ എന്നാൽ ഗ്രീൻ, പത്തേ എന്നാൽ ലീവ്സ്, നസർ എന്നാൽ കാണുക. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് ക്യാമലിന് നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ കാണാനായി ഇടയായത്. പത്തേ കാനെ കെ ലാലച്ച് മേ ഊട്ടിനെ ഗർദൻ ചുക്കായി ഓർ അപ്നി ജഗാ സെ ഹട്ട് ഗയേ, ലാലച്ച് എന്നാൽ ഗ്രീഡ്, അത്യാഗ്രഹം. പച്ച ഇലകൾ കഴിക്കാനുള്ള ആ ക്യാമലിൻ്റെ അതിയായ ആഗ്രഹം കൊണ്ട് അത് തൻ്റെ കഴുത്ത് കുനിച്ചുകൊണ്ട് ആ സ്ഥലത്തിൽ നിന്നും മാറിപ്പോയി. ഗർദൻ എന്നാൽ നെക്ക്, കഴുത്ത്, ജഗാഹ് എന്നാൽ സ്ഥലം, ഹട്ട് എന്നാൽ മാറുക. ബസ് വഹ് ആദ്മി ഊണ്ട് കി പീഡ് സെ ഫിസൽ ഗയ, കഴിഞ്ഞു. ആ മനുഷ്യനും ക്യാമലിന്റെ ദേഹത്തിൽ നിന്നും വഴുതിപ്പോയി. അപ്നി ജാൻ ബച്നെ കെ ലിയെ ഉസ്നെ ബിക്കുബായി കെ പൈറോം കോ കസ്കർ പക്കഡ് ലിയ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി ബിക്കുബായിന്റെ കാലുകളിൽ വളരെ അമർത്തി, വളരെ ടൈറ്റായി പിടിച്ചു. അബ് ദോനോം ക്യാ കർത്തെ, ഇനി രണ്ടുപേരും എന്ത് ചെയ്യും? പൈറോം എന്നാൽ കാലുകൾ, കസ്കർ എന്നാൽ ടൈറ്റായിട്ട്, പക്കഡ് എന്നാൽ പിടിക്കുക.
ഇത്തിനെ മേ ഏക് ഗുഡ് സവാർ ആയ. ഗുഡ് സവാർ എന്നാൽ ഹോഴ്സ് റൈഡർ. ആ സമയത്താണ് അവിടെ ഒരു കുതിരക്കാരൻ വന്നത്. अरे सांभलो छे, पेड़ से लड़के दोनों पुकारने लगे, सुनो भाई कोई बचाओ बचाओ. घुड़सवार को देखकर भिक्खुबाई ने दुहाई दी. ലഡ്കെ എന്നാൽ ഹാങ്ങിങ്, തൂങ്ങുക. ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മരത്തിൽ കിടന്ന് തൂങ്ങി നിലവിളിക്കാനായി തുടങ്ങി. സുനോ ബായി കോയി ബച്ചാവോ, കേൾക്കൂ ബായി, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കൂ. ഗുഡ് സവാർക്കോ ദേക്കർ ഭിക്കുബായിനെ ദുഹായി. ദുഹായി എന്നാൽ ക്രൈ. ആ കുതിരക്കാരനെ കണ്ടപ്പോൾ ഭിക്കുബായി കരയാനായി തുടങ്ങി. ഓ മേരി ബായി മുझे पेड़ पर वापस पहुंचा दो. ഓ എൻ്റെ സഹോദര, എന്നെ മരത്തിൽ നിന്നൊന്ന് താഴെ ഇറക്കാമോ? ഹം ഏക് മിനിറ്റ് ഭി നഹി ലഗേഗെ. അപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു, ഹാ, ഒരു മിനിറ്റ് പോലും എടുക്കില്ല, ഞാൻ ഇപ്പോൾ രക്ഷിക്കാം എന്ന് പറഞ്ഞു. മേ ഗോഡെ കി പീഠ് പർ ചട്കർ ഇൻകി മദദ് കർ ദേത്താ ഹൂം. എനിക്ക് കുതിരയുടെ മുകളിൽ കയറിക്കൊണ്ട് അവരെ സഹായിക്കാനായി കഴിയും. യഹ് സോച്ച്കർ ഗുഡ് സവാർ ഗോഡെ പർ ഉഠ് ഖടാ ഹുവ. ഇതും ആലോചിച്ചുകൊണ്ട് ഗുഡ് സവാർ കുതിരക്കാരൻ കുതിരയുടെ പുറത്ത് കയറി നിന്നു. ലേക്കിൻ കോൻ കഹത്താ ഹേ കി ഗോഡ ഊൺ സേ ബെഹത്തർ ഹേ. ബെഹത്തർ എന്നാൽ ബെറ്റർ. എന്നാൽ ആരാണ് പറഞ്ഞത് കുതിര ഒട്ടകത്തെക്കാളും ബെറ്റർ ആണെന്ന്, നല്ലതാണ് എന്ന്? ഹരി ഹരി ഗാസ് ദിക്കായി ദേനെ പർ തോ ദോനോം ഏക് ജൈസേ ഹി ഹോ. ഹരി എന്നാൽ ഗ്രീൻ, ഗാസ് എന്നാൽ പുല്ല്. പച്ച പുല്ലുകൾ കണ്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെയായി. ഗാസ് കെ ചക്കർ മേ ഗോഡ ജറ ആകെ ബട. പുല്ലിന്റെ കാര്യവും ആലോചിച്ച് കുതിര കുറച്ച് മുന്നോട്ട് പോയി. ഓർ ഗോഡ് ചല അപ്പനെ മാലിക്കോ ഊണ്ട് വാലേക്കെ പൈറും സേ ലടക്തേ ഹുയേ. എന്നിട്ട് കുതിര പോയി അതിന്റെ ഉടമസ്ഥനെ ഊണ്ടുവാലെ ഒട്ടകക്കാരന്റെ കാലിൽ തൂക്കിയിട്ടുകൊണ്ട്. एक दो और अब तीनों के तीनों ചൂൽത്തെ രഹേ നാരിയൽ കെ പേട് സെ. ഒന്നല്ല രണ്ടല്ല, ഇപ്പോൾ 3 പേരും കൂടി ആടാനായി തുടങ്ങി. എന്തിന്റെ മുകളിൽ? തേങ്ങയുടെ മരത്തിൽ തൂങ്ങിക്കിടന്ന് 3 പേരും ആടാനായി തുടങ്ങി. കാക്ക കാക്ക കസ്കെ പക്കടെ രഹനാഹ. കാക്ക കാക്ക നല്ല മുറുക്കെ പിടിച്ചോളണേ. കുഡ് സവാറിനെ പസീന പസീന ഹോത്തെ ഹുയെ കഹ. കുതിരക്കാരൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറയാനായി തുടങ്ങി. ജബ് തക് കോയി ബച്ചാനെ വാല ന ആയേ. ആരെങ്കിലും സഹായിക്കാൻ വരുന്നത് വരെ ഹി ചോടുന്നതേന, അതിൽ നിന്നും വിടരുതേ. മേ ആപ്കോ 100 റുപ്യേ ദൂങ്ക. ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാം. കാക്ക കാക്ക അബ് ഊണ്ട് വാലേ കി ബാരി തി. കാക്ക കാക്ക എന്ന് വിളിച്ചുകൊണ്ട് അടുത്തത് ഒട്ടകക്കാരൻ പറയാനായി തുടങ്ങി. മേ ആപ്കോ 200 റുപ്യേ ദൂങ്ക ലേക്കിൻ നാരിയൽ കോ ചോടുന്ന നഹി. ഞാൻ നിങ്ങൾക്ക് 200 രൂപ തരാം, പക്ഷേ തേങ്ങയിൽ നിന്നും വിടരുതേ. 100 ഓർ 200, 100ഉം അതുപോലെ 200ഉം. ബാപ് രേ ബാപ്, 300 റുപ്യേ. അയ്യോ, 300 രൂപയോ? ഭിക്കുബായി കാ സിർ ചക്കര ഗയ. ചക്കര എന്നാൽ ഫെയിന്റിങ്. ഭിക്കുബായിയുടെ തല ചുറ്റാനായി തുടങ്ങി. ഇത്രയും ഇത്തന സാരാ പൈസ, ഇത്രയധികം പൈസയോ? खुशी से उन्होंने अपनी दोनों बाहों को फैलाया और नारियल गया हाथ से छूट. ബാഹോം എന്നാൽ കൈകൾ, ഫൈലായ എന്നാൽ സ്പ്രെഡ്. സന്തോഷത്തിൽ ഭിക്കുബായി തന്റെ 2 കൈകളും വിടർത്തി. ഓർ നാരിയൽ ഗയ ഹാത്ത് സേ ചൂട്. അതുകൊണ്ട് നാരിയൽ കൈവിട്ടങ്ങു പോയി. ധടാം സെ തീനോം ജമീൻ പർ ഗിരെ. ധടാം എന്ന ശബ്ദത്തോടുകൂടി 3 പേരും തറയിൽ വന്നു വീണു. ഗുഡ് സവാർ, ഊണ്ടുവാല ഓർ ഭിക്കുബായി. കുതിരക്കാരനും ഒട്ടകക്കാരനും അതുപോലെ ഭിക്കുബായും. ഭിക്കുബായി अपने आप को संभाल ही रहे थे कि एक बहुत बड़ा नारियल उनके सिर पर आ फूटा. ഭിക്കുബായി തന്നെ ഒന്ന് ശരിയാക്കാനായി ശ്രമിക്കുമ്പോഴേക്കും ഒരു വലിയ തേങ്ങ ഭിക്കുബായിന്റെ തലയിൽ വന്നു വീണു. ബിൽക്കുൽ മുഫ്ത്, തികച്ചും ഫ്രീ ആയിക്കൊണ്ട്, സൗജന്യമായിക്കൊണ്ട് തന്നെ ഒരു തേങ്ങ അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് വീണു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്